നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഹായ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ്. വൈറ്റ് കാസ്റ്റ് വളരെ കുറവുള്ള ഒരു സൺസ്ക്രീൻ തപ്പി നടക്കുന്നവരാണെങ്കിൽ അവർക്കായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ നമ്മുടെ സൺസ്ക്രീൻ ഇതാണ്. പോൺസ് സ്ക്രീൻ സിറം ബൂസ്റ്റ് സൺസ്ക്രീമാണ് കേട്ടോ. SPF 35 ആണ്. ഇത് എന്താ പറയുക, നോൺ ഓയിലി, നോ വൈറ്റ് കാസ്റ്റ്. അതായത് വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ വാങ്ങിച്ച പല സൺസ്ക്രീനിലും നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു. തന്നെയല്ല, നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വരുന്ന സമയത്ത് സ്കിന്നിന് നിറയെ എന്താ പറയുക, ബ്ലാക്ക് കളറിലൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഫേസ് നിറയെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ യാതൊരു ഇതും ഇല്ല കേട്ടോ. നല്ല ക്ലാരിറ്റിയും ക്ലിയറും ആയിട്ട് തന്നെ എപ്പോഴും സ്കിൻ ഉണ്ടാവും ഫേസിൽ. എനിക്കിത് നല്ലൊരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസൊക്കെ ആയിട്ടുള്ളൊരു സൺസ്ക്രീമാണ്. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജസ്റ്റ് പോക്കറ്റ് എന്തൊരു ബാഗിലോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു സൺസ്ക്രീനാണിത്. പിന്നെ ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. എടുത്തിട്ട് കാണിക്കുക, ഇത് ഇതുപോലെ ഉണ്ടാവും. നമുക്കിത് അപ്ലൈ ചെയ്യാനൊക്കെ ഫേസിൽ നല്ല എളുപ്പമാണ്. നല്ലൊരു എന്താ പറയുക, ഇങ്ങനെ കട്ടിയാവാണ്ട് നല്ലൊരു അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ആക്കി കൊടുക്കുവാണെങ്കിൽ നോക്കുമ്പോൾ നമുക്കറിയാം വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. ചില സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ വൈറ്റ് കാസ്റ്റ് വളരെ അധികം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ഇടുന്ന ടൈമിൽ അതിങ്ങനെ കട്ടയായിട്ട് നമ്മുടെ ഫേസിന് അങ്ങനെ ഉണ്ടാവും. ഇത് പിന്നെ യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും പിന്നെ എന്താ പറയുക, അത് റിവ്യൂ ചെയ്യാൻ ചെന്നാൽ നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ ഉള്ളൊരു അടിപൊളി ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ സൺസ്ക്രീൻ ഇട്ടിട്ട് നമുക്ക് പൗഡർ ഇടാമോ എന്ന് ചോദിക്കാൻ എന്താ പറയുക, സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ പൗഡർ ഇടാറുണ്ട്. പിന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൺസ്ക്രീൻസ്, അതായത് ഈ ഒരു സൺസ്ക്രീൻ തന്നെ വേണമെങ്കിൽ പറയാം, ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ സ്കിന്നിന് നല്ല ഗ്ലോ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലോയിങ് നിൽക്കാൻ വേണ്ടി പൗഡർ പൊതുവേ ഞാൻ ഇടാറില്ല. കാരണം നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പൗഡർ ഇടാതൊക്കെ പുറത്ത് പോകാറുണ്ട്. സൺസ്ക്രീൻ ഇട്ടിട്ട് പൗഡർ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു 55 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഇവിടെ കൊടുത്തേക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളറും പിന്നെ ഇതിൻ്റെ അടപ്പിലുള്ള ഒരു പിങ്ക് കളറുമാണ് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തീർന്നു പോകുമോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ളതുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പുറത്ത് പോയെന്ന് പറയാം, ഡെയിലി പുറത്ത് പോയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സൺസ്ക്രീൻ പെട്ടെന്ന് തീർന്നു പോകും. കാരണം ഇത് ഇത്രയും വലിപ്പമല്ലേ ഉള്ളൂ. അതല്ല, നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് കൂടുതൽ ദിവസങ്ങളും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം അങ്ങനെ ഡൗട്ട് ഉണ്ടാവരുണ്ട് എങ്കിൽ ആ ഡൗട്ട് ഒന്ന് മാറിയെന്ന് വിചാരിക്കുന്നു. ഏത് സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാൻ, ഡ്രൈ സ്കിൻ ആയാലും ഓയിൽ സ്കിൻ ആയാലും എല്ലാ സ്കിന്നിനും പറ്റുന്ന സൺസ്ക്രീനാണ് നമ്മുടെ ഇന്നത്തെ സൺസ്ക്രീൻ കേട്ടോ. പിന്നെ എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് തീരെയില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം വൈറ്റ് കാസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിറയ്ക്കുന്ന പൗഡറൊക്കെ ഇട്ടാലുണ്ടാവും. എന്നാൽ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ് കേട്ടോ. നിറയെ വൈറ്റ് കാസ്റ്റ് ഉള്ളതൊന്നുമല്ല. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ബാഗിലൊക്കെ ഇടാൻ, അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയൊരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ 65 റുപ്പീസാണ് ഇതിൻ്റെ ഒരു വില പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ വിലയിലുള്ള നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺസ്ക്രീൻ ബ്ലെൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും നമ്മൾ പോകാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ധൃതിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ആകാനായിട്ട് തോന്നും. എന്നാൽ ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ സ്കിന്നിൽ നന്നായിട്ട് ഈസി ആയിട്ട് അപ്ലൈ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനും കൂടി പറ്റുന്ന ഒരു നല്ല സൺസ്ക്രീനാണിത്. നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. പിന്നെ മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ട് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഒരുപാട് പേര് നല്ലൊരു സൺസ്ക്രീൻ തപ്പി നടക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലതായിട്ട് യൂസ്ഫുൾ ആവുന്നതും വർക്ക് ആവുന്നതായിട്ടൊരു സൺസ്ക്രീൻ ആവും കേട്ടോ ഇത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.